ഒമാനിൽ സന്ദർശകർക്ക് വിരുന്നേകി ഒട്ടക മത്സരങ്ങൾ സജീവം. ദ ഫാൽ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. സൂക്ഷ്മജീവി പ്രതിരോധം ആരോഗ്യ സമ്മേളനം സംഘടിപ്പിച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒമാനെ ഗ്രാമങ്ങളിൽ ഒട്ടക മത്സരങ്ങൾ സജീവമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തുംറൈത്ത്, ബർക്ക എന്നിവിടങ്ങളിൽ ഒട്ടക മത്സരങ്ങൾ നടന്നതിന് പിന്നാലെ മസ്കത്ത് ഗവർണറേറ്റിലെ ആമിറാത്ത് വിലായത്തിലും ശനിയാഴ്ച ഒട്ടക മത്സരം അരങ്ങേറി. ഒമാൻ ക്യാമൽ റേസിംഗ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ആമിറാത്തിൽ രാവിലെ നടന്ന മത്സരത്തിൽ 50ഓളം ഒട്ടകങ്ങൾ പങ്കാളികളായി. സോഹാറയിൽ വരും ദിവസങ്ങളിൽ മത്സരം നടക്കും. കഴിഞ്ഞ സെപ്റ്റംബറിൽ ആദം വിലായത്തിലെ അൽ ബഷീർ കാമൽ റേസിംഗ് ഗ്രൗണ്ടിൽ 682 ഒട്ടകങ്ങൾ പങ്കെടുത്ത മത്സരത്തോടെയായിരുന്നു 2025-26 സീസണിലെ ഒമാനിലെ ഒട്ടക മത്സരങ്ങൾക്ക് തുടക്കമായത്. വുസ്ത വിന്റർ ഫെസ്റ്റിവലും ഇബ്രിയിലെ ഹംറ അൽ ദൗറ ഫെസ്റ്റിവലും ഒട്ടകം സൗന്ദര്യ മത്സരങ്ങൾക്ക് പേരുകേട്ടവയാണ്. ഒമാനിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ തണുപ്പുകാലം ഇത്തരം കായിക വിനോദങ്ങളുടെ ആഘോഷകാലം കൂടിയാണ്. പാൽ കറക്കൽ, മത്സര ഓട്ടം തുടങ്ങിയവയും ഉൾക്കൊള്ളുന്നതാണ് ഒട്ടകങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള പരമ്പരാഗത ഗ്രാമീണ വിനോദ പരിപാടികൾ. വിവിധ വിലായത്തുകളിൽ നിന്നുള്ള ഒട്ടക ഉടമകളും ഇവയെ വളർത്തുന്നവരുമാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഒമാനിലെ ഒട്ടക സൗന്ദര്യ മത്സരങ്ങൾ മസായിന എന്ന പേരിൽ അറിയപ്പെടുന്ന സാംസ്കാരിക ഉത്സവങ്ങളാണ്. ഒട്ടകങ്ങളുടെ അഴകും പ്രൗഢിയും പ്രദർശിപ്പിക്കുന്ന ഒമാനി പൈതൃകത്തിന്റെ ഭാഗമായ ഈ മത്സരങ്ങൾ കാണാൻ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും നിരവധി ഒഴുകിയെത്താറുണ്ട്. വലിയ തല, നീളമുള്ള മൂക്ക്, താഴ്ന്ന ചുണ്ടുകൾ എന്നിവയാണ് ഒട്ടകങ്ങളുടെ സൗന്ദര്യം നിശ്ചയിക്കുന്ന പ്രധാന മാനദണ്ഡങ്ങൾ. നീളമുള്ള പുരികം, വലിയ കണ്ണുകൾ, നീളമേറിയതും ഉറപ്പുള്ളതുമായ കഴുത്ത്, ശരീരത്തിന് അനുയോജ്യമായ മുതുകിലെ വലിപ്പമുള്ള കൂനകൾ എന്നിവയെല്ലാം സൗന്ദര്യ നിർണയത്തിൽ പ്രധാനമായവയാണ്. സൗന്ദര്യ മത്സരങ്ങളിൽ വിജയിക്കുന്ന ഒട്ടകങ്ങൾക്ക് വിപണിയിൽ മൂല്യമേറും. പ്രവാസി വിദ്യാർത്ഥിനി ഹന അനീസയുടെ ദ ഫാൽ കവിതാ സമാഹാരത്തിന്റെ ഒമാനിലെ പ്രകാശനം റൂവി CBDയിലെ ടാലന്റ് സ്പേസ് ഇന്റർനാഷണലിൽ നടന്നു. സവിത സലൂജ, കബീർ യൂസുഫ്, ലക്ഷ്മി കൊത്തനേത്ത് എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. 8ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷിൽ കവിതകൾ എഴുതി തുടങ്ങിയ ഹന അനീസയുടെ ഇതുവരെ കുറിച്ച രചനകൾ ചേർത്ത് ഒരുക്കിയ ആദ്യ കവിതാ സമാഹാരമാണ് ദ ഫാൽ. കഴിഞ്ഞ നവംബർ 12-ന് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകൻ MCA നാസർ ഔദ്യോഗികമായി പ്രകാശനം ചെയ്തിരുന്നു. തന്റെ ആശയ സംവേദനത്തിന് എളുപ്പം വഴങ്ങുന്ന വിനിമയ ഭാഷ ഇംഗ്ലീഷ് ആയതിനാലാണ് ആംഗലേയ കവിതകൾ എഴുതി തുടങ്ങിയതെന്ന് ഹന അനീസ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു. പാലക്കാട് തച്ചമ്പാറ സ്വദേശിയും സമായിലിൽ സ്വകാര്യ കമ്പനിയിൽ പ്ലാന്റ് മാനേജറുമായ നിയാസിന്റെയും മബേലയിലെ മോഡേൺ ജനറേഷൻ ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപകയായ ആരിഫയുടെയും മകളാണ് ഹന അനീസ. സാഹിത്യരചനയ്ക്കൊപ്പം ശക്തമായ വായനയും ചിന്തയും കൃത്യമായ രാഷ്ട്രീയ ബോധവുമുള്ള യുവ എഴുത്തുകാരി കൂടിയാണ് 10ാം ക്ലാസ്സുകാരിയായ ഹന അനീസ. എഴുതി തുടങ്ങിയത് കവിതയാണെങ്കിലും തനിക്കിപ്പോൾ കവിതയെക്കാളും താല്പര്യം രാഷ്ട്രീയമാണെന്ന് ഹന പറഞ്ഞു. പുസ്തക പ്രകാശന ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകരായ B ബാലകൃഷ്ണൻ, സുനിൽ, മലയാളം മിഷൻ സെക്രട്ടറി അനു ചന്ദ്രൻ, അസിസ്റ്റന്റ് പ്രൊഫസർ റോയ് P വീട്ടിൽ, എഴുത്തുകാരായ രാജൻ V കോക്കൂരി, ഹാറൂൺ റഷീദ്, അമ്മു വള്ളിക്കാട്ട്, ISC മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സന്തോഷ്, പ്രൊഫസർ നെൽസൺ, അഹമ്മദ് പറമ്പത്ത്, സവിത, അനു, റഹീം, കബീർ യൂസുഫ് തുടങ്ങിയവർ സംസാരിച്ചു. സൂക്ഷ്മജീവി പ്രതിരോധം ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരെ ഒമാനിൽ ദേശീയ തലത്തിൽ ശക്തമായ ഇടപെടലുകൾ പുരോഗമിക്കുകയാണെന്ന് മസ്കത്തിൽ നടന്ന AMR അപ്ഡേറ്റ് 2025 ആരോഗ്യ സമ്മേളനം വ്യക്തമാക്കി. അൽഫാർസി നാഷണൽ എന്റർപ്രൈസസ് സംഘടിപ്പിച്ച ഏകദിന സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 120-ലധികം ആരോഗ്യ വിദഗ്ധർ പങ്കെടുത്തു. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പരാതങ്ങൾ എന്നിവയെ പോലുള്ള സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാനോ വളർച്ച തടയാനോ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, ആന്റിവൈറലുകൾ, ആന്റി ഫംഗലുകൾ, മറ്റ് ആന്റി മൈക്രോബിയൽ മരുന്നുകൾ എന്നിവയ്ക്കെതിരെ പ്രതിരോധ ശേഷി നേടുന്ന അവസ്ഥയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. സാധാരണയായി അണുബാധകളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഫലപ്രദമല്ലാതാകുന്ന സാഹചര്യമാണ് ഇതുമൂലം രൂപപ്പെടുക. മസ്കത്തിലെ റാഡിസൺ ഹോർമൂസ് ഗ്രൗണ്ടിൽ നടന്ന സമ്മേളനം അണുബാധ നിയന്ത്രണ വിദഗ്ധർ, മൈക്രോബയോളജിസ്റ്റുകൾ, ക്ലിനിക്കൽ പാത്തോളജിസ്റ്റുകൾ, അക്കാദമിക്കുകൾ, ലബോറട്ടറി മേധാവികൾ തുടങ്ങി വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഒരുമിപ്പിക്കുന്നതായി മാറി. നേരത്തെ കണ്ടെത്തുക, നേരത്തെ ചികിത്സിക്കുക എന്ന പ്രമേയത്തിൽ നടന്ന സമ്മേളനം നേരത്തെയുള്ള കണ്ടെത്തലിനും ഫലപ്രദമായ ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിനുമുള്ള ഒമാന്റെ ദേശീയതല നടപടികൾ ശക്തമായതിന്റെ സൂചനയായി. ദേശീയ AMR പ്രവണതകൾ, അതിവേഗ നിർണയ സാങ്കേതിക വിദ്യകളിലെ മുന്നേറ്റങ്ങൾ, നിരീക്ഷണ പരിപാടികൾ ശക്തിപ്പെടുത്താനുള്ള പ്രായോഗിക തന്ത്രങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ അവതരണങ്ങൾ നടന്നു.
കൊല്ലം സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിൽ മരണപ്പെട്ടു. കൊല്ലം പരവൂർ കൂനിയിൽ ലക്ഷ്മി ഭവനിൽ വിജയൻ പിള്ളയുടെ മകൻ രഞ്ജിത്ത് 41 മരണപ്പെട്ടത്. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഭൗതിക ശരീരത്തിന്റെ തുടർ നടപടികൾ നടന്നുവരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.